ഒരുപാട് പേര് സ്വപ്നമല്ലേ. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും കാശ് വാങ്ങുന്നു എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എന്റെ പക്ഷം. കാരണം വെച്ചാല് റിവ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം. പക്ഷെ കാശ് വാങ്ങിയിട്ടാണ് നിരൂപണം നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ റിവ്യൂ ചെയ്യരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എഫേർട്സ് ഒക്കെ എല്ലാവരും എടുക്കുന്ന കാര്യമാണ്. സിനിമ മാത്രമല്ല എഫേർട്സ് എടുക്കുന്നത്. ജീവിതത്തിൽ എല്ലാവരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് എഫേർട്സ് എടുത്തിട്ടാണ്. ഓഫീസുകളിൽ കഠിനമായ ജോലി ചെയ്തിട്ടാണ്, തൊഴിലാളികൾ കഠിനമായ അധ്വാനം ചെയ്തിട്ടാണ്, ഭരണാധികാരികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഭരിച്ചിട്ടാണ്, അപ്പോൾ ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ അധ്വാനിച്ചിട്ടാണ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരും അധ്വാനിച്ച് തന്നെയാണ് കഴിയുന്നത്. അപ്പൊ നമ്മുടെ ശ്രമങ്ങളെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ റിവ്യൂസ് നടത്തുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സ്വാധീനത്തിൽപ്പെട്ട് മോശമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ സംസാരിക്കാം. അതല്ലാതെ പൊതുവെ നിരൂപകരെല്ലാം തന്നെ കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. അവരിൽ പലരും നല്ലതുപോലെ പഠിച്ചിട്ട് അവര് നല്ലതുപോലെ ക്രിട്ടിസൈസ് ചെയ്യാനും റിവ്യൂ നടത്താനും ഉള്ള യോഗ്യത ഉള്ളവർ തന്നെയാണെന്നാണ് എന്റെ പക്ഷം. ഇത് ഒരു വിഭാഗം, അതെല്ലാ കാര്യത്തിലും ഇപ്പൊ സിനിമയിലെ തന്നെ ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സെക്ഷൻ കലാകാരന്മാരില്ലേ? അന്ന് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണോ?